आई रे प्रभात, ले बाबा को साथ, उठो रे प्रिय आत्मन, जागो है प्रिय आत्मन। फरिश्तों के संग संग बाबा है पधारे, फरिश्तों के संग संग बाबा है पधारे। प्रीतम से कर मिलन, जागो आत्मन, उठो आत्मन। आई रे प्रभात, ले बाबा को साथ, उठो रे प्रिय आत्मन, जागो है प्रिय आत्मन। धरती पुकारे, जागो शिव के प्यारे, छुप गए चांद सितारे। धरती पुकारे, जागो शिव के प्यारे, छुप गए चांद सितारे। पल के खोल के देखो जरा तुम, बाबा की झलक दिखाए। फरिश्तों के संग संग बाबा है पधारे, फरिश्तों के संग संग बाबा है पधारे। प्रीतम से कर मिलन, आई रे प्रभात, ले बाबा को साथ, उठो रे प्रिय आत्मन, जागो है प्रिय आत्मन। अमृत बेले बाबा गुण रतन लुटाए, खोल के झोली तू भर ले। अमृत बेले बाबा गुण रतन लुटाए, खोल के झोली तू भर ले। ब्रह्म मुहूर्त में खोल के आँखें, बाबा से शक्ति तू पाले।
फरिश्तों के संग संग बाबा है पधारे, फरिश्तों के संग संग बाबा है पधारे, प्रीतम से कर मिलन आई रे प्रभा, ले बाबा को साथ, उठो रे प्रिय आत्मन, जागो हे प्रिय आत्मन। ओम शांति। സർവശക്തിവാനായ എൻ്റെ ബാബയിൽ നിന്ന് ഈശ്വരീയ സ്വത്ത് മുഴുവൻ സഞ്ചിയിൽ നിറയ്ക്കാൻ ഒരമൃതവേള കൂടി എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബാബ, അങ്ങയ്ക്ക് നന്ദി. ഭോലാനാഥനായ ബാബ, സർവശക്തികളുടെ ഭണ്ഡാരം തുറന്നു വെച്ച് എത്ര വേണോ അത്ര എടുത്തോളാൻ എനിക്ക് അനുവാദം തന്നിരിക്കുന്ന വേളയാണിത്. സർവശക്തിവാനായ ബാബ, ബ്രഹ്മബാബയിലൂടെ ബാപ്ദാദ രണ്ടുപേരും ചേർന്ന് എൻ്റെ ബുദ്ധിയാകുന്ന സഞ്ചി നിറച്ചു തരികയാണ്. അഷ്ടശക്തികളുടെ ദിവ്യാനുഭൂതി സർവശക്തിവാനാണെങ്കിലും മുഖ്യമായും 8 ശക്തികളുടെ സമ്പൂർണ്ണ നിറവ് അനുഭവം ചെയ്യുകയാണ് ഞാനിന്ന്. ബാപ്ദാദയുടെ നെറ്റിത്തടത്തിൽ നിന്നും പരിധിയില്ലാത്ത ഇരുനയനങ്ങളിലൂടെയും ആത്മാവായ എന്നിലേക്ക് ലൈറ്റും മൈറ്റും ഒഴുകി നിറയുകയാണ്. ഉള്ളിലൊതുക്കാനുള്ള ശക്തി, ഇന്ദ്രിയ നിയന്ത്രണ ശക്തി ബ്രഹ്മബാബയിലുണ്ടായിരുന്നത് പോലെയുള്ള ശക്തി എന്നിലേക്ക് നിറയുകയാണ്. ശിവബാബയെ കിട്ടിയതും ബ്രഹ്മബാബ തൻ്റെ ബിസിനസ്സും മറ്റെല്ലാ കാര്യവ്യവഹാരങ്ങളും ബന്ധങ്ങളും ബന്ധുത്വങ്ങളുമെല്ലാം ഒരു സെക്കൻഡിൽ എല്ലാറ്റിൽ നിന്നും ഉൾവലിഞ്ഞ് ശിവബാബയുടെ നിർദ്ദേശപ്രകാരം ജീവിതം സെറ്റ് ചെയ്തതുപോലെ നിത്യേന എനിക്കും ഈ ഉൾവലിയാനുള്ള ശക്തി ബാബ എനിക്ക് നിറച്ചു തരികയാണ്. വേണ്ടുന്നതിൽ മാത്രം ഇടപെടാൻ, വേണ്ടാത്തതിൽ നിന്നെല്ലാം സെക്കൻഡിൽ മാറി നിൽക്കാൻ
ഉള്ളിലൊതുക്കേണ്ടതെല്ലാം ഉള്ളിലൊതുക്കാൻ പരമാത്മശക്തി ആത്മാവിൽ നിറയുന്നു. ഈ ശക്തി സർവാത്മാക്കളിലേക്കും ഒഴുകി എല്ലാവരുടെയും മംഗളമുണ്ടാക്കുകയാണ്. സർവശക്തിവാനിൽ നിന്ന് നിറയുന്ന രണ്ടാമത്തെ ശക്തി സഹനശക്തിയാണ്. ബ്രഹ്മബാബ എന്തെല്ലാം വിരോധങ്ങളും എതിർപ്പുകളും എല്ലാവരിൽ നിന്നും ഉണ്ടായിട്ടും ബാബ എല്ലാം സഹിച്ചു. പിതൃസ്നേഹത്തോടെ എല്ലാം സഹിച്ചു. വിരോധികളെയും ബാബ മക്കളെ മക്കളെ എന്ന് വിളിച്ച് വാത്സല്യത്തോടെ പെരുമാറി. ബാബ ഒന്നിനെയും ഭയന്നില്ല, വിഷമിച്ചതുമില്ല, പരിഭ്രമിച്ചതുമില്ല, റിയാക്ട് ചെയ്തതുമില്ല, ദേഷ്യപ്പെട്ടതുമില്ല. അതേപോലെ എൻ്റെ ഉള്ളിലേക്കും എല്ലാം സഹിക്കാനുള്ള അപാരമായ ശക്തി, പരമാത്മശക്തിയുടെ പ്രവാഹമുണ്ടാകുകയാണ്. സർവാത്മാക്കളിലേക്കും അതൊഴുകുകയാണ്.
മൂന്നാമത്തെ ശക്തി ഉൾക്കൊള്ളാനുള്ള ശക്തി. ബ്രഹ്മഭാവയ്ക്ക് കടല് പോലെ സർവരെയും ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ആരെങ്ങനെയുള്ളവരാണെങ്കിലും അവരെയെല്ലാം ഉൾക്കൊണ്ടു. അതുപോലെ എനിക്കും ഇടപഴകേണ്ടി വരുന്ന ഏത് തരത്തിലുള്ള ആത്മാക്കളാണെങ്കിലും എല്ലാവരുടെയും ഗുണങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശക്തി ബാബയുടെ അപരിധിയില്ലാത്ത ദൃഷ്ടിയിലൂടെ എന്നിലേക്ക് നിറയുകയാണ്. എല്ലാവർക്കും ഈ ശക്തി ലഭിക്കുകയാണ്. തിരിച്ചറിയാനുള്ള ശക്തി. ബ്രഹ്മബാബ സെക്കൻഡിൽ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. ഏതൊരാത്മാവ് മുന്നിൽ വന്നാലും അവരെ തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് ബാബയെ ആർക്കും ചതിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ എനിക്കും വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും സെക്കൻഡിൽ തിരിച്ചറിയാനുള്ള ശക്തി ബാപ്ദാദ ബാറ്ററിയിൽ ചാർജ് നിറയ്ക്കും പോലെ നിറച്ച് തരികയാണ്. ഫുൾ ചാർജ്ഡ് ആക്കണം ബാറ്ററി. ഈ ചാർജ് ഒഴുകി ഗ്ലോബ് മുഴുവൻ നിറയുകയാണ്.
നിർണയശക്തി, ബ്രഹ്മബാബ നിഷ്പക്ഷമായി നിർണയം നടത്തിയിരുന്നു. പാലും വെള്ളവും പോലും ബാബ വേർതിരിച്ച് നിർണയമെടുത്തിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു പക്ഷപാതവും കാണിച്ചിട്ടില്ല. അതുപോലെ എനിക്കും ബാപ്ദാദയുടെ മസ്തകത്തിൽ നിന്നൊഴുകുന്ന ശക്തികിരണങ്ങൾ എന്നിൽ നിറയ്ക്കുന്ന ചാർജ് ബുദ്ധിക്ക് ഇത്രയും ശക്തി നൽകുകയാണ്. ശരിയായ തീരുമാനമെടുക്കാനുള്ള കരുത്താർജിക്കുകയാണ് ഞാൻ. ഇതേ കരുത്തെല്ലാവർക്കും ഉണ്ടാകട്ടെ. അഭിമുഖീകരിക്കാനുള്ള ശക്തി, ഭൂമിയിൽ ദിവ്യാവതരണം ചെയ്ത ശിവബാബയും ബാബയുടെ കാര്യത്തെയും തിരിച്ചറിയാതെ എതിരിടാൻ വന്ന എല്ലാ വിരോധികളെയും ബാബ നിർഭയതയോടെ നേരിട്ടു. ബാബയോടൊപ്പം നിലകൊണ്ട നൂറുകണക്കിന് കുട്ടികൾ അചഞ്ചലരായി എല്ലാം അഭിമുഖീകരിച്ചത് ബാബയുടെ ശക്തിയാലാണ്, ബാബയുടെ ദൃഢതയിലാണ്, അചഞ്ചലമായ സ്ഥിതി കൊണ്ടാണ്. അതുപോലെ സർവശക്തിവാനായ ബാബ കുട്ടിയായ എന്നിലേക്കും ആ ശക്തി നിറച്ചു തരികയാണ്. ജീവിതത്തിൽ എന്തും നേരിടാനുള്ള, നിർഭയതയോടെ നേരിടാനുള്ള മനക്കരുത്തേകുകയാണ്.
നിർഭയതയുടെ ശക്തി നിറയുകയാണ്. സർവാത്മാക്കൾക്കും ഈ മനക്കരുത്ത് ലഭിക്കട്ടെ. സഹകരണ ശക്തി. യോഗ്യതയുള്ളവരെയും അയോഗ്യരെയും ബാബ ഒരുപോലെ, ബ്രഹ്മബാബ എല്ലാവർക്കും സഹയോഗം കൊടുത്തു. ആജ്ഞാകാരികളും അല്ലാത്തവരെയും ബാബ സ്നേഹിച്ചു, പാലിച്ചു. അവർക്കെല്ലാവർക്കും യോഗ്യരാകാൻ ബാബ സഹയോഗം നൽകി. അതേപോലെ എനിക്കിടപഴകേണ്ടി വരുന്ന ബന്ധുക്കളും മിത്രങ്ങളും ഇടപെടേണ്ടി വരുന്നവരിലുമെല്ലാം യോഗ്യരും അയോഗ്യരും ഉണ്ടാകും. അനുകൂലികളും പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവരും ഉണ്ടാവും. നല്ലവരും കെട്ടവരും ഉണ്ടാകും. ഞാൻ എവിടെയാണോ ജീവിക്കണേ, സമയത്ത് ആർക്ക് എവിടെ എന്ത് സഹയോഗം കൊടുക്കണമോ സഹയോഗം കൊടുത്ത് ജീവിക്കാനുള്ള ശക്തി ബാബയുമായുള്ള യോഗത്തിലൂടെ എന്നിലേക്ക് നിറയുകയാണ്. ഒപ്പം ബാബ വരം തരികയാണ്. യോഗി സഹയോഗിയായിരിക്കും. സമയത്ത് സഹയോഗം കൊടുക്കണം. എവിടെയാണെങ്കിലും, ലൗകികത്തിലും അലൗകികത്തിലും സമയത്ത് സഹയോഗം നൽകുന്നവരാണ് യോഗി. പരമാത്മശക്തിയിൽ കുളിച്ച് ഈ സഹയോഗശക്തി ലോകമെമ്പാടുമൊഴുകി സർവരും സർവർക്കും സഹയോഗികളാകട്ടെ.
വിസ്താരത്തിൽ നിന്ന് സാരത്തിലേക്ക് വരാനുള്ള ശക്തി. ബ്രഹ്മബാബ അതിബൃഹത്തായ ഈ ജ്ഞാനയജ്ഞത്തിൽ വളരെയധികം സേവനത്തിൻ്റെ വിസ്താരത്തിലേക്കും പോയി. എന്നാൽ ബാബ സെക്കൻഡിൽ സാരത്തിലേക്കും തിരിച്ചു വന്നിരുന്നു. നൂറുകണക്കിന് കുട്ടികളുടെ കാര്യങ്ങൾ, യജ്ഞസേവനം, മുന്നിൽ വന്നുകൊണ്ടിരുന്ന എല്ലാ സാഹചര്യങ്ങൾ, ഇതിലെല്ലാം ഇടപെട്ടുകൊണ്ടും ബാബ അശരീരിയാകാനുള്ള നിരന്തര അഭ്യാസം ചെയ്തിരുന്നു. ദേഹത്തിൽ നിന്ന് സെക്കൻഡിൽ വേറിട്ടിരുന്നു. സദാ റെഡിയായിരുന്നു ബാബ. മടക്കയാത്ര ദിവസം പോലും ബാബ അങ്ങനെ തന്നെയായിരുന്നു. ബാബയെപ്പോലെ എനിക്കും ദേഹത്തിൽ നിന്ന് വേറിടാൻ, വിസ്താരത്തിൽ നിന്ന് സാരത്തിലേക്ക്, ആത്മാവാകുന്ന ബിന്ദുവിലേക്ക്, ബീജത്തിലേക്ക് സെക്കൻഡിൽ തിരിച്ചു വരാനുള്ള ശക്തി ബാബ കനിഞ്ഞരുളുകയാണ്. പരമാത്മശക്തികളുടെ പെരുമഴയാണ്. ഇത് ഈശ്വരൻ്റെ ദിവ്യ ഉപഹാരമാണ്. ബാബ, मीठे बाबा, प्यारे बाबा, സർവശക്തികളും
സമ്പത്തായി നൽകി. ബാബ എന്നെ കർമ്മക്ഷേത്രത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. ഈ ശക്തികളാകുന്ന 8 കൈകളെ ഉപയോഗിച്ച് അഷ്ടഭുജധാരിയായി എൻ്റെ കുട്ടി കർമ്മം ചെയ്തോളൂ. ഇന്നത്തെ മുഴുവൻ ദിവസവും അഷ്ടഭുജധാരിയായി 8 ശക്തികളും സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കും. സർവശക്തിവാൻ ബാബയെ ശിരസിന് മുകളിൽ കണ്ടുകൊണ്ട് സർവശക്തികളുടെ ഫൗണ്ടനിൽ കുളിക്കുന്നത് പോലെ ആത്മാവിലേക്ക് ശക്തികൾ നിറഞ്ഞ് അത് 8 കൈകളുടെ രൂപം പ്രാപിക്കുന്നതും ആ 8 കൈകളുടെ ബലത്താൽ, അഷ്ടശക്തികളുടെ ബലത്താൽ മുഴുവൻ ദിവസത്തെ അഭിനയം സുഖശാന്തിയോടുകൂടി സമാധാനപൂർണമായി മുഴുവൻ ദിവസവും കടന്നു പോകുന്നത് അനുഭവം ചെയ്യും. ഓം ശാന്തി. ഇന്നത്തെ സുമാനം അഷ്ടഭുജധാരി, അഷ്ടശക്തി സ്വരൂപിണി. सर्वशक्तिमान की संतान हो तुम, सर्वशक्तिमान की संतान हो। कौन कहता है महज इंसान हो, सर्वशक्तिमान की संतान हो तुम, सर्वशक्तिमान की संतान हो। वरदान